AI-യും ജനറേറ്റീവ് AI-യും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു ഡ്രൈവർ ഇല്ലാത്ത കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അഥവാ നിർമ്മിത ബുദ്ധിയാണ്. അതിന് അമേരിക്കയിലെ റോഡ് സാഹചര്യങ്ങളിൽ പഠിപ്പിച്ചെടുത്ത ഒരു ഡ്രൈവറില്ലാ കാറിന് ഇന്ത്യയിലെ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാൻ പറ്റില്ല. പെട്ടെന്ന് തിരിയുന്ന ഒരു ഓട്ടോറിക്ഷയിൽ അത് പോയി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിന് പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ല. നേരത്തെ തന്നെ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ്. ഇതേപോലെ തന്നെ കഥകളും കവിതകളും പാട്ടുകളും സിനിമ തിരക്കഥയും നോവലും എന്നുവേണ്ട പലവിധ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ജനറേറ്റീവ് AIക്ക് കഴിയും. ജനറേറ്റീവ് AI നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ജനറേറ്റീവ് AIയുടെ കൂടുതൽ ഉപയോഗങ്ങൾ എങ്ങനെ പ്രോംപ്റ്റിംഗ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോയിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ പിന്തുണയും സഹകരണവും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ഈ ചാനലിനെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു.